ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്രോഷേ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ 2 കളേഴ്സാണ് ഞാനിവിടെ ക്രോഷേ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്ന ഹുക്ക് എന്ന് പറഞ്ഞത് 3.50 mm ഹുക്കാണ്. സ്ലിപ്പ് നോട്ട്, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. നമ്മൾ ഫസ്റ്റ് ഇട്ട ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 നമ്മളിതൊരു ചെയിനായിട്ടൊന്നും കണക്കാക്കുന്നില്ല. ജസ്റ്റ് അതിനുള്ളിൽ പോയിട്ട് സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ, 3 single crochet, 4 single crochet, 8, 9, 10. ഈ ചെയിനിലല്ല, നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയുടെ ഇതിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി നമുക്ക് ഈ ചെയിൻ യാൺ കട്ട് ചെയ്യാം. നമുക്കിതൊന്ന് താഴെ നിന്ന് വലിക്കാം. അപ്പം നമ്മുടെ ഇതൊന്ന് ടൈറ്റായി കിട്ടും. നമ്മളിവിടെ 10 സിംഗിൾ ക്രോഷയാണ് ചെയ്തത്. ഇപ്പം അടുത്ത കളർ എടുത്തു. ഇനി ഇതിലും നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ചെയിനിൽ നമുക്ക് ഈ യാണൊന്ന് ബന്ധിപ്പിക്കാം. എന്നിട്ട് ഒരു ചെയിൻ ഇടാം. ടൈറ്റ് ചെയ്തു. എന്നിട്ട് സെയിം ആ ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിനിൽ 1 DC, സെയിം ചെയിനിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ട്രിപ്പിൾ ക്രോഷേ, സെയിം ചെയിനിൽ തന്നെ. വീണ്ടും ട്രിപ്പിൾ ക്രോഷേ. സെയിം ചെയിനിൽ തന്നെ ഒരു DC, ഡബിൾ ക്രോഷേ. നമ്മൾ ഈ ഒരു ചെയിനിൽ 1 DC, 3 ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും ഒരു DC. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ 1 DC, 1 ട്രിപ്പിൾ ക്രോഷേ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷേ, തേർഡ് ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഫ്ലവറിൻ്റെ ഇതളുകൾ ഇരിക്കുന്നത്. നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ. വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ 1 DC. ഫസ്റ്റ് ഒന്ന് നമുക്ക് ചെയിനിൽ ഒരു പ്രാവശ്യം യാണൊന്ന് ചുറ്റി, അതായത് DC ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി യാൺ ചുറ്റി, അതാണ് ട്രിപ്പിൾ ക്രോഷേ. 1 time,
second time, third time, second triple crochet, third triple crochet. വീണ്ടും ഒരു DC. നെക്സ്റ്റിൽ വീണ്ടും സിംഗിൾ ക്രോഷേ 3 എതളുകൾ ഇവിടെ ചെയ്തു. DC, ലാസ്റ്റ് DC. നെക്സ്റ്റിൽ വീണ്ടും സിംഗിൾ ക്രോഷേ. ഇത് നമ്മുടെ ലാസ്റ്റ് ഇതാണ്. നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പെറ്റൽസാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. DC, ട്രിപ്പിൾ ക്രോഷേ, second triple crochet, third triple crochet, next 1 DC. നമ്മളുടെ ഈ പെറ്റൽസൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മളിവിടെ ചെയ്ത ആ സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, ആ സിംഗിൾ ക്രോഷയുടെ മുകളിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രോഷേ ഫ്ലവർ. ഒരു ചെയിനും കൂടെ ഇട്ടു ഞാനിവിടെ. ശേഷം നമുക്ക് കട്ട് ചെയ്യും. അപ്പം ഇതാണ് നമ്മളുടെ ഫ്ലവർ. ഇതിൻ്റെ യാൺ നമുക്ക് ഉള്ളിലേക്ക് തുന്നി വെക്കണം.